കേരളം നേരിടുന്ന, നമ്മുടെ മലയോര മേഖല നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണത്. അതൊരു സംരക്ഷണ ജാഥ കൊണ്ടൊന്നും തീരില്ല. ശരി, നോക്കാം, നമുക്ക് കാസർഗോഡേക്ക് പോവാം. അപ്പോൾ കാസർഗോഡ് കൊളത്തൂരിലെ ആ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. മൈക്കോടി വെക്കാൻ കഴിയില്ല. ഏതായാലും വനം വകുപ്പ് തെരച്ചിൽ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, സിജു ആണ്. അപ്പോൾ പിന്നെ സിജു ബാക്കി പറയുന്നതാവും ഉചിതം. മനു നമുക്ക് സിജു ഗുഡ് മോർണിംഗ്. തലയാട്ടേ ഉള്ളൂ, ഗുഡ് മോർണിംഗ് പറയില്ലേ? ഗുഡ് മോർണിംഗ്. നിങ്ങൾ അങ്ങനെയാണോ കാസർഗോഡ്? കാസർഗോഡ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സിജു, നമ്മൾ കാസർഗോഡുകാരെ പറയിപ്പിക്കുമോ? ഞാനിത് എത്ര കണ്ടിരിക്കുന്നു. തിരിച്ച് ഗുഡ് മോർണിംഗ് തന്നു. കേട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ ഈ തമാശ പറയുമ്പോൾ സിജുവോടെ പേടിച്ച് നിൽക്കുമായിരിക്കും, കാരണം പുലി ഇറങ്ങിയ സ്ഥലത്താണ് സംസാരിക്കുന്നത്. ഓ, അവിടെ തന്നെയാണ്, അവിടെയാണ്. സിജു, എന്താണ് സാഹചര്യം? പുലി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? വനംവകുപ്പിന്റെ അടുത്ത നീക്കം എങ്ങനെയാണ്? ഇതൊരു വല്ലാത്ത ചോദ്യമായി പോയി പ്രേക്ഷകരെ. കാരണം എന്നറിയോ, നമ്മൾ ചിലപ്പോൾ രാവിലെ പുലി രക്ഷപ്പെട്ട വഴി, ഇത് രേഖാചിത്രം, സിനിമയല്ല കേട്ടോ എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞാല് പുലി രക്ഷപ്പെട്ട വഴിയാണ് സിജുവിനോട് ചോദിച്ചത് മനു രാവിലെ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ തുരങ്കം ചെറിയ പ്രകൃതിദത്ത തുരങ്കമാണ്. മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകുന്ന ഈ തുരങ്കത്തിനകത്താണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഈ കൃഷ്ണന്റെ മകൾ ഈ കവുങ്ങൻ തോട്ടത്തിൽ വെള്ളമൊഴിക്കാനെത്തിയ സമയത്തായിരുന്നു ഒരു ശബ്ദം കേട്ട് പരിശോധന നടത്തിയപ്പോൾ ഈ തുരങ്കം, ഈ കാണുന്ന തുരങ്കത്തിനകത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇതിനെ പിടികൂടുന്നതിനുള്ള ശ്രമം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ആദ്യം നാട്ടുകാർ ഇതിന് തൊട്ട് മുന്നിൽ കല്ല് വെച്ച് അടച്ചു. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വല വിരിച്ചിരുന്നു. രാത്രിയോടുകൂടി വയനാട്ടിൽ നിന്നുള്ള സംഘം, RRT സംഘം എത്തി. 3 മണിയോടുകൂടിയാണ് ഇവർ എത്തിയത്. അതിനുശേഷം ഈ പുലിയെ മയക്കുവെടി വെച്ച് പുറത്തെത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. എന്നാൽ അതാണ് പരാജയപ്പെട്ടത്. 2 തവണ മയക്കുവെടി വെച്ചു. മയക്കുവെടി വെക്കുമ്പോൾ ഇതിന് മുന്നിൽ ആദ്യം വെച്ചിരുന്ന കല്ല് നീക്കം ചെയ്തു. അതിനുശേഷം ഈ വലയും നീക്കം ചെയ്ത ശേഷമാണ് മയക്കുവെടി വെച്ചത്. 2 തവണ മയക്കുവെടി വെച്ചെങ്കിലും ആ സമയത്ത് പുലി രക്ഷപ്പെടുകയായിരുന്നു. ഈ പുലിയുടെ കാൽ ഏതോ കമ്പിയിലോ മറ്റോ കുരുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് എളുപ്പത്തിൽ കീഴടക്കാമെന്നായിരുന്നു, പിടികൂടാമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. മയക്കുവെടി വെക്കുന്നതിനിടയിൽ ഈ ഷൂട്ടർക്ക് നേരെ പുലി കുതിച്ച് ചാടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ പ്രദേശത്ത് പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ എല്ലാം തന്നെ പരിശോധന നടത്താനാണ് തീരുമാനം. നേരത്തെ തന്നെ ഈ മേഖലയിൽ പുലി സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വീടുകളിലെ വളർത്തുനായ അപ്രത്യക്ഷമാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പുലി വളർത്തുനായെ പിടികൂടുന്നു എന്നതായിരുന്നു നാട്ടുകാരുടെ പരാതി. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തി അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വലിയ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ എന്ന നിലയിൽ വലിയ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. ഒരു കാർഷിക മേഖലയാണ്. കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ, റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലകളിൽ അതിരാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. ആ സ്ഥലത്താണ് ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇപ്പോൾ നാട്ടുകാരായ CPM നേതാവ് കൂടിയായ അനന്തൻ കൂടെ ചേരുന്നുണ്ട്. നാട്ടുകാർ വലിയൊരു ആശങ്കയാണല്ലോ ഇവിടെ പങ്കുവെക്കുന്നത്. ഇന്നലെ പുലിയെ പിടികൂടാനുള്ള ഒരു ശ്രമം പരാജയപ്പെട്ടു. വളരെ ആശങ്കയാണ്. കുറച്ചു കാലമായി ഇങ്ങനെ പുലിയെ കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാ സമയത്തും ഇവിടെ അവർ ഒന്ന് അന്വേഷിക്കാറുണ്ട്. കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇന്നലെ 3 മണിക്കാണ് ഇവിടെ ഇങ്ങനെ കണ്ടെത്തി. ആ സമയത്ത് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചവർ ആ സമയത്ത് തന്നെ എത്തി. അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാരൊക്കെ CI അടക്കം ഇവിടെ വന്നിരുന്നു. നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഇത് പിടിക്കാൻ, മയക്കുവെടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാക്കി. മാനന്തവാടിയിൽ നിന്ന് വന്ന സംഘമാണ് ഇന്ന് രാവിലെ 3 മണിക്ക് വെടിവെച്ചത്. വെടിയേറ്റിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? ഇതിന്റെ തുടർ പരിശോധന ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം അന്വേഷിക്കാം, പരിശോധന കണ്ടെത്താൻ ഇടപെടാം എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 ആഴ്ചയായാണ് നാട്ടുകാർ ഈ ഒരു പരാതി പറയുന്നത്, പുലിയുടെ സാന്നിധ്യമുള്ളത്. അതിന് മുമ്പ് ഈ വന്യമൃഗങ്ങൾ ഈ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ? തൊട്ടടുത്താണോ വനമേഖല? ഫോറസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതിന് മുമ്പേ അങ്ങനെ കണ്ടതായിട്ടില്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. പട്ടീനെല്ലാം പിടിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല, അടുത്ത കാലത്താണ്. മുൻപേ അങ്ങനെ ഉണ്ടായിരുന്നില്ല. വലിയ പ്രയാസമാണ്. ജനങ്ങളാകെ വലിയ ആശങ്കയിലാണ്. പുലിയെ കണ്ടെത്താൻ ആവശ്യമായ ഇടപെടൽ
ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഭാഗത്ത് നിന്ന് നല്ല നിലയിൽ ഇടപെടുന്നുണ്ട്. ശരത്തെ, മനു, നാട്ടുകാർ വലിയ ആശങ്കയിലാണ് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കർഷകർ അതോടൊപ്പം തന്നെ ഈ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന തൊഴിലാളികളെല്ലാം തന്നെ അതിരാവിലെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഈ പുലി സാന്നിധ്യം ഉള്ളതിനെ തുടർന്ന് ഇന്നലെ നമ്മൾ രാത്രി സംസാരിച്ചപ്പോൾ ഒരു തൊഴിലാളി പറയുന്നത് 2 ആഴ്ചയിലേറെയായി അദ്ദേഹം ജോലിക്ക് പോകുന്നില്ല എന്നാണ്. ടാപ്പിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹം ടാപ്പിങ്ങിന് പോകുന്നതിനിടയിൽ റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടു. ആ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞതിന് ശേഷം അദ്ദേഹം ജോലിക്ക് പോകുന്നില്ല. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഈ മലയോര മേഖലയിൽ, ഈ ഗ്രാമീണ മേഖലയാണ് ഇത്തരം മേഖലകളിൽ നേരിടുന്നത്. ആ പ്രശ്നമാണ് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ ജനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. അടിയന്തരമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇതിനകത്ത്, ഈ തുരങ്കത്തിനകത്ത് ഒരു കമ്പിയോ മറ്റോ കാലിൽ കുടുങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇതിനെ മയക്കുപിടി വെച്ച് പുറത്തെത്തിച്ച് കൊണ്ടുപോകാമെന്നാണ് കരുതിയിരുന്നത്. ഇതിന് ചുറ്റുമായി വല വിരിച്ചിരുന്നു. നാട്ടുകാർ ഈ കല്ല് വെച്ച് മൂടിയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രകൃതിദത്ത തുരങ്കമാണിത്. ഇതിനകത്ത് എങ്ങനെ ഏത് സമയത്താണ് പുലി എത്തിയത്, ഇതിനകത്ത് സ്ഥിരമായി ഉള്ളതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല. ഇതിനകത്ത് നിന്നുള്ള ചെറിയ ഒരു ദൃശ്യം മാത്രമാണ് നമുക്ക് ആദ്യം ലഭിച്ചത്. പുലിയുടെ ഒരു മുഖം കാണുന്ന രീതിയിൽ അതാണെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നീട് ഇതിന് ചുറ്റും വല വിരിച്ചിരുന്നു, ഈ കല്ല് മൂടിയിരുന്നു. പക്ഷേ ഈ കല്ല് നീക്കിയ ശേഷം മയക്കുവെടി വെക്കുന്നതിനിടെയാണ് ഈ ഷൂട്ടർക്ക് നേരെ കുറിച്ച് ചാടി രക്ഷപ്പെട്ടത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ഇനിയിപ്പോൾ തുടർ പരിശോധനകൾ നടത്തുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ പ്രദേശമാകെ പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ വിശദമായി തന്നെ ആ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആയില്ലേ മനു? എന്തെങ്കിലും നമുക്ക് ചോദിക്കാനുണ്ടോ? ഇനി ഒന്നും ചോദിക്കാനോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ അനന്തൻ. അതെ, ബേഡകം മുൻ ഏരിയ സെക്രട്ടറി എന്ന് എഴുതുന്നു. ഇപ്പോൾ സിജു സംസാരിച്ചു. വലിയൊരു ആശങ്ക ആ നാട്ടിലുള്ളതിനെ കുറിച്ച് സൂചിപ്പിച്ചു. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പരിശോധനകൾ നടത്തുന്നു. രാവിലെ മുതൽ തെരച്ചിൽ വളരെ സജീവമാകും എന്ന് പറഞ്ഞിരിക്കുന്നു.